അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദർകിൽ ശഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, ഞാൻ അഭയം തേടുന്നു പരീക്ഷണത്തിന്റെ കാഠിന്യത്തിൽ നിന്ന്. ചില പരീക്ഷണങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് എന്നൊരു പ്രാർത്ഥനയാണ് ബാക്കി. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അല്ലാഹുവേ, താങ്ങാനാവാത്തതിനെ കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. മനസ്സിലായില്ലേ? മൊബൈൽ വീണ് പൊട്ടിപ്പോയാൽ തൽക്കാലം ഭാര്യയുടെ ഫോൺ ഉപയോഗിക്കാം, മകന്റേത് ഉപയോഗിക്കാം. ഒരു ആക്സിഡന്റിൽ കൈയറ്റു പോയാൽ കഴിയുമോ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ബദൽ സംവിധാനം? കഴിയുമോ? കൂടെ നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഒരു മോനുണ്ട്. എന്തിനും ഏതിനും ഉപയോഗപ്പെടുത്തുന്ന പല ബാപ്പമാരെ ഞാൻ കാണാറുണ്ട്. ആ മകനെങ്ങാനും വല്ല ആക്സിഡന്റ് ഇല്ലാതായി പോയാൽ എന്ത് പകരം വെക്കും നമ്മളെല്ലാവരും? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം നമ്മളെല്ലാവരും. താങ്ങാനാവാത്ത പരീക്ഷണത്തെ തൊട്ട് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും. പടച്ചോനെ, അതിന് ഉള്ള കരുത്ത് നമുക്ക് നൽകണം. എന്തും സംഭവിക്കാം, ഒന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കാനും പാടില്ല. പക്ഷേ ഈ പ്രാർത്ഥനകൾ നിർബന്ധമാണ്. ഇനിയോ അല്ലാഹുവിനോട് വീണ്ടും അഭയം ചോദിക്കുന്നു. നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് അല്ലാഹുവെ ഞാൻ കാവൽ ചോദിക്കുന്നു. വസൂഇൽ ഖളാ, മോശപ്പെട്ട വിധിക്ക് വിധേയമാകുന്നതിൽ നിന്ന്. മോശപ്പെട്ട വിധികൾ വരിക, ആളുകളുടെ മുന്നിൽ തലതായിന്ന് പോകുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തു വെക്കുക, ഭാര്യ ചെയ്തു വെക്കുക. അതേപോലെ തന്നെ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത വിധികൾ വരിക. ചിന്തിച്ചു നോക്ക്, നാട്ടിലൊക്കെ എന്തെല്ലാമാ നടക്കുന്നത് അല്ലേ? ഇറങ്ങിപ്പോവാണ് കുട്ടികളോ. അത് കഴിഞ്ഞു, അതിന്റെ വേഷം കഴിഞ്ഞു, ഭാര്യമാർ ഇറങ്ങിപ്പോവാൻ. അതും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 8 മാസം ഗർഭിണിയായിരിക്കുന്നവൾ പോയിട്ടുണ്ടത്രേ. എവിടെ എത്തി നമ്മുടെ നാട്? എവിടെ എത്തി ഈ തിന്മയുടെ ഗൗരവം? എവിടെ എത്തി ഈ തോന്നിവാസങ്ങൾ? ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ വിധികൾ? അതേപോലെ തന്നെ അല്ലാഹുവേ, എന്റെ ദുഃഖം ശത്രുവിനെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു.